ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പശുപരിപാലനവും കവിതയും എന്ന കഴിഞ്ഞ ആഴ്ചയിട്ട വീഡിയോൻ്റെ ബാക്കിയാണത്. അപ്പോൾ ഉടനെ തന്നെ ഈ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ മഴ പെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് ജലദോഷവും പനിയും ശബ്ദം അടഞ്ഞിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വൈകിയത് കേട്ടോ. അപ്പോൾ മുകളിലത്തെയും താഴത്തെ നമ്മുടെ ദേവുട്ടീനെയും കുഞ്ഞോളെയും മുകളിലുള്ള വലിയോളെയും ചക്കരേനെയും എല്ലാവരെയും കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി. താഴത്ത് നമ്മുടെ ചക്കരയുടെ മോനും ദേവുട്ടീൻ്റെ മോളും ഉണ്ട് താഴത്ത്. അവരെന്നെ അവിടെ ചവിട്ടി നശിപ്പിച്ച് കുറേ വൈക്കോലൊക്കെ നഷ്ടമാണ് അവരവിടെ നിൽക്കണത് കൊണ്ട് തന്നെ. അപ്പോൾ ആ മോരിക്കുട്ടനെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ എനിക്ക് എന്നെ കൊടുക്കാൻ തോന്നുന്നില്ല. തന്നെയായിട്ട് ചക്കരേനെ കൊടുക്കുമ്പോൾ തന്നെ അവനെയും കൂടി കൊടുക്കാൻ വിചാരിച്ചിട്ട് നിർത്തിയേക്കാണ്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചൂലുകൊണ്ട് അടിച്ച് ഭയങ്കര പാടാണ്. അവരുടെ ചാണകവും മൂത്രവും വൈക്കോലൊക്കെ കൂടിയിട്ട് അവിടെ ഒക്കെ ബുദ്ധിമുട്ടാണ്. ശരിക്കും മുകളിൽ മറ്റ് പശുക്കൾ നിൽക്കണോടത്ത് തേച്ച് അടിച്ച് കഴുകണേക്കാളൊക്കെ ബുദ്ധിമുട്ടാണ് ഇവരുടെ ഈ ഭാഗത്ത്. ഇവരുടെ ചാണം ഭയങ്കര ഇങ്ങനെ മണിമണി പോലെയായിട്ട് അതും മൂത്രവും കൂടി ചവിട്ടി കൂട്ടി അവിടെയൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ പ്രഷർ വാഷർ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സഹായമാണ് അതൊക്കെ വെച്ച് അടിച്ച് കഴിക്കും. അപ്പോൾ നമ്മുടെ ചക്കരയുടെ മോന് കുഞ്ഞിന് ഭയങ്കര പേടിയാണ് പ്രഷർ വാഷറും കൊണ്ട് വരുമ്പോൾ. അവന് മാത്രമാണ് കുറച്ച് പേടിയുള്ളത്. ദേവുട്ടിയുടെ നമ്മുടെ കല്യാണിക്കുട്ടിക്ക് നല്ല ഇഷ്ടമാട്ടോ അവളുടെ കാലുമൊക്കെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവരെ കൊതുക് കടിച്ചിട്ടൊക്കെ ഇരിക്കണോടത്തും ഈച്ചയും കൊതുകൊക്കെ കടിച്ച് കാലും കൈയൊക്കെ നല്ല ചൊറിച്ചിലായിട്ട് ഇരിക്കണോടത്ത് ഈ പ്രഷർ വാഷ് വെച്ച് അടിക്കുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ തൊഴുത്തിൽ ഫുൾ പണികൾ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു സമാധാനമാണ്. എന്നിട്ടാണ് ഞാൻ കറക്കാനിരിക്കുക, തീറ്റ കൊടുക്കാനൊക്കെ ഇരിക്കുക. അപ്പം മുകളിൽ ഒരു കുളിച്ചൊരു കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞൊരു കിടന്നു തുടങ്ങിയിട്ട് ചക്കര കിടന്നു, കിങ്ങിണി മോള് കിടന്നു, നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് കിടന്നു, ആ ഭാഗത്തുള്ള അമ്മുകുട്ടി കിടന്നു. വലിയോള് മാത്രമേ കിടക്കാത്തുള്ളൂ. വലിയോൾക്ക് പതുക്കെ കിടക്കുള്ളൂ വലിയോള്. ബാക്കിയുള്ളവരൊക്കെ കിടന്ന് ഇനിയിപ്പോൾ കറക്കാനായിട്ട് വിളിക്കുമ്പോൾ ചക്കര എണിക്കും. ബാക്കി ഇപ്പോൾ കുഞ്ഞിപ്പെണ്ണിനെയും കിങ്ങിണി മോളെയും നമ്മുടെ അമ്മൂട്ടിനും കറക്കണില്ലല്ലോ. അപ്പോൾ അവരവിടെ കിടക്കും. തീറ്റ എടുക്കണ നേരത്തേക്ക് മാത്രമായിട്ട് എനിക്കുള്ളൂ. അപ്പോൾ അവരുടെ അടിച്ചു കഴിയലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി എന്ന് പറയുന്നത് ദേവുട്ടീനെ കറക്കലാണ്. ചില ദിവസം ചക്കരേനെ കറക്കും, ചില ദിവസം ദേവുട്ടീനെ കറക്കും കേട്ടോ. അതിങ്ങനെ ഓരോ പണികളുടെ അനുസരിച്ചിരിക്കും. ഇവരെ രണ്ടാളെയാണ് ഞാൻ കറക്കുക. വലിയോളെയും കുഞ്ഞോളെയും ചേട്ടൻ കറക്കും. അപ്പോൾ ദേവുട്ടീന് ചില ദിവസം ചേട്ടൻ കറക്കാൻ, എനിക്ക് ദേവുട്ടീനെ കറക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പറയും ദേവുട്ടീനെ ഞാൻ കറന്നുകൊണ്ട്. ചക്കരേനെ കറക്കാൻ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഭയങ്കര വാലടി കൂടുതലാണ് അവൾക്ക്. വാലുകൊണ്ട് ഇങ്ങനെ ആ ചുരന്ന് കറക്കാൻ തുടങ്ങണ വരെയുള്ള വാലടി ഭയങ്കര. പക്ഷെ ദേവുട്ടി എന്ന് പറയുന്നത് അവിടെ ഞാൻ കണ്ടിരുന്നുള്ളൂ. അപ്പോൾ ദേവുട്ടി കഴിഞ്ഞ ദിവസം നമ്മളെ ഒന്ന് പേടിപ്പിച്ചു കേട്ടാ. നമ്മൾ ഈ കൊതുകും ഈച്ചയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഫാൻ ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അന്നൊരു ദിവസം ഭയങ്കര മഴയായിരുന്നു. അന്ന് ഫാൻ ഓഫ് ചെയ്യാനായിട്ട് മനസ്സിൽ നിന്ന് അതിങ്ങനെ വിട്ടുപോയി. ഫാൻ ഇങ്ങനെ ഫുള്ള് 24 മണിക്കൂറും ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ തീരെ പറ്റില്ല ഫാനില്ലാണ്ട്. അപ്പം കാലത്ത് എണീറ്റ് വന്നപ്പോൾ ദേവുട്ടി എണീറ്റിട്ടില്ല. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, അയ്യോ എന്താണാവോ. ദേവുട്ടി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ദേവുട്ടി പെട്ടെന്ന് എണീക്കണ ആളാണ്. ഞങ്ങൾ വാതിൽ തുറന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും അവൾ എണീറ്റ് ശരിയായിട്ട് നിൽക്കണ ആളാണ്. എന്താ പറ്റിയാവോ. വൈക്കോലിട്ട് കൊടുത്തിട്ട് വൈക്കോല് തിന്നണില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി തണുപ്പടിച്ചിട്ടാണ്. അവളുടെ ബോഡി ഇങ്ങനെ കുറച്ച് വിറയ്ക്കാൻ തുടങ്ങി. വേഗം ചാണകമൊക്കെ തുടച്ച് കളഞ്ഞ് അവളെ വൃത്തിയാക്കി നല്ല തുണി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി കൊടുത്തപ്പോൾ തന്നെ കുറച്ച് ആശ്വാസമായി. പിന്നെ തീറ്റ എടുക്കാണ്ട് കണ്ടപ്പോൾ നമ്മൾ എപ്പോഴും വീട്ടിൽ അയമോദകം, അപ്പക്കാരം, അതുപോലെ വെളുത്തുള്ളി, കുരുമുളക്, കല്ലുപ്പ്, ഇഞ്ചി, ജീരകം ഇതൊക്കെ കൂടി വറുത്ത് പൊടിച്ച് ഒരു ഉരുളയാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പശുക്കൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും ദഹനക്കേടാ, പശുക്കൾ പെട്ടെന്ന് തികറ്റിയെടുക്കുന്ന ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം തോന്നുകയാണെങ്കിൽ മരുന്നുകളൊക്കെ മറ്റേ ഗുളികകളൊക്കെ കൊടുക്കണേക്കാൾ മുൻപ് ഞാൻ ചെയ്യണ കാര്യം അതാണ്. അപ്പം അങ്ങനെ ഒരു ഉരുള വെള്ളത്തിൽ കുഴച്ച് അതൊരു കൈപ്പിടിയിൽ ഒതുങ്ങണം ഒരു ഉരുളയാക്കിയിട്ട് 50 ഗ്രാം അപ്പക്കാരെടുക്കും. ബാക്കിയൊക്കെ കുറേശ്ശെ, അതിന് അളവൊന്നും നോക്കാറില്ല. കുറേശ്ശെ എടുത്തിട്ട് ഒരു ഉരുളയാക്കിയിട്ട് അത് കൊടുത്ത് നോക്കി ഞാൻ. അപ്പോൾ അത് കൊടുത്ത് അത് ചെന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കി കൊടുത്തപ്പോൾ തന്നെ അവൾ ഉഷാറായി. ദേവുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പ്രസവിച്ച് വളർന്ന കുട്ടിയാണ്. 4 പ്രസവം കഴിഞ്ഞതാണ്. അവൾക്ക് ഇതുവരെ അങ്ങനെ അസുഖങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് തന്നെ ടെൻഷനാണ് രാവിലെ ഏറ്റു വരുമ്പോൾ പശുക്കൾക്ക്. രാവിലെ എന്നല്ല എപ്പോഴായാലും പശുക്കൾക്ക് അസുഖം വരിക, അവർ പെട്ടെന്ന് തന്നെ ഭക്ഷണം തീറ്റ എടുക്കാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് ആ മരുന്നൊക്കെ കൊടുത്ത് ശരിയായി. അപ്പോൾ ദേവുട്ടീനെ കറക്കലാണ് ഇപ്പോൾ
ദേവൂട്ടിക്ക് ഇപ്പോൾ പാല് കുറച്ച് കുറവാണ്. കായത്തൊലിയിൽ ഭയങ്കര ക്ഷാമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുല്ലരിയാനായിട്ടും ബുദ്ധിമുട്ട്. ഇപ്പോൾ ഈ മഴയായാലും പാടത്തൊക്കെ നിറച്ച് വെള്ളമാണ്. വരമ്പുമുള്ള പുല്ലൊക്കെ അരിഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ പാല് കുറച്ച് കിട്ടൽ കുറവാണ്. പിന്നെ ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്, ഗർഭിണിയാണോന്ന് അറിയില്ല, 1 മാസമായിട്ടില്ല കുത്തി വെച്ചിട്ട്. അവൾക്കൊക്കെ നീണ്ട കറവ് കിട്ടേണ്ടതാണ്, കറവ് നിർത്താനാണ് പാട് അവളെ. എന്നാലും 10 ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഇപ്പോഴും പാല് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് 3000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പലരും നമ്മളെ വിളിക്കുന്നുണ്ട്. പുതിയതായിട്ട് പശു വളർത്താൻ ഉള്ളവർ കുറേ സംശയങ്ങളുമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട്. പശു വളർത്തുന്നവർ ഹോമിയോ മരുന്നിനെ കുറിച്ച് ചോദിച്ചിട്ട് ഇപ്പം നമ്മുടെ അടുത്ത പ്രദേശത്തുള്ളതാണ്, അവിടെയുള്ളവർ അങ്ങനെ വിളിച്ച് ചോദിച്ച് ഞാൻ സിൽവൻ ഡോക്ടർ നമ്പർ കൊടുത്ത് അവർ തൊഴുത്തിലേക്ക് സിൽവൻ ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് എല്ലാ പശുക്കളെയും നോക്കി. അവർക്ക് ഒരു പശുവിന് കുറേ നാളായിട്ട് വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു. സാറിൻ്റെ മരുന്ന് കൊടുത്ത് അത് മാറി. മറ്റു പശുക്കൾക്കൊക്കെ അനാപ്ലാസ്മ തൈലേറിക്കുള്ള മരുന്ന് കൊടുത്ത് അതൊക്കെ മാറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. നമ്മളാൽ മറ്റുള്ളവർക്ക് കഴിയുന്ന സഹായം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ വിചാരിക്കണത്. ഇന്ന് പാലക്കാട് ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ആടാണുള്ളത്, ഇനി പശു വളർത്തൽ തുടങ്ങാനായിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ പശുവിനെ വാങ്ങണം, അങ്ങനെ കുറേ സംശയങ്ങൾ. നമ്മൾ വലിയ അറിവൊന്നുമില്ലെങ്കിലും 10-20 കൊല്ലമായി ഉണ്ടല്ലോ ഈ മേഖലയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാൽ കഴിയുന്ന സഹായം ആർക്കും ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്കറിയാവുന്ന അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ബ്ലോക്കിൽ നിന്നായാലും നമുക്ക് പഞ്ചായത്തായാലും കോർപ്പറേഷൻ വഴിയായാലും ഒക്കെ ഒരുപാട് സബ്സിഡികളും പശു വളർത്തലിന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ കുറേ പേർക്കും ഇതൊന്നും അറിയില്ല. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയും സ്ഥിരമായി ഗ്രാമസഭയിൽ പോകണം, ഗ്രാമസഭയിൽ കന്നുകുട്ടി പരിപാലന പദ്ധതിയിലും മരി കാലിത്തീറ്റ സബ്സിഡിക്കൊക്കെ എഴുതി കൊടുക്കണം. നമുക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയെടുക്കണം. പലർക്കും അതിനെക്കുറിച്ചൊക്കെ അറിവ് കുറവുണ്ട്. അപ്പോൾ എല്ലാവരും പശു വളർത്തുന്നവർ, ക്ഷീര കർഷകരുടെ കാര്യങ്ങൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സഹായങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വെറുതെ വരില്ല. നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഇനി ചേട്ടന് 2 ദിവസമായിട്ട് തലകറക്കവും വയ്യായ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഞാനായിരുന്നു എല്ലാ പണികളും ചെയ്യണത്. അപ്പോൾ നമുക്കൊരു കറവ് മെഷീൻ വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ജോലികളൊക്കെ അപ്പോൾ ബ്ലോക്കിലെ സബ്സിഡികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത മാസമൊക്കെ തൊട്ട് തുടങ്ങും. അപ്പോൾ ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഞാൻ പറയും കറവ മെഷീൻ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ മേടിച്ചിട്ടില്ല ഇതുവരെ. ഇപ്രാവശ്യം എന്ത് തന്നെയായാലും ഞാനൊരു കറവ മെഷീൻ മേടിക്കും. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ പ്രസവിക്കുമ്പോഴേക്കും കറവ മെഷീൻ അവരെ പരിചയപ്പെടുത്തണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ സൈലേജ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ തൃശ്ശൂർ? നമുക്ക് കിട്ടാനായിട്ട് വീട്ടിലെത്തിച്ച് തരാൻ പറ്റിയ ഏതെങ്കിലും ഡീലേഴ്സിനെ കുറിച്ച് അറിയുമെന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ വീഡിയോൻ്റെ ഇടയിൽ വന്നിട്ട്. നമുക്ക് കുറച്ച് സൈലേജ് മേടിച്ച് നോക്കാമെന്ന് വിചാരിക്കണം. കായത്തൊലിയിൽ ക്ഷാമം വരുമ്പോൾ നമ്മൾ സൈലേജ് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ സൈലേജിൻ്റെ ഗുണങ്ങൾ എന്താണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും അത്ര അറിയില്ല. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ രാവിലെ എണീക്കാനൊക്കെ നമുക്ക് വിഷമം തോന്നും. പക്ഷേ നമുക്ക് അവരെ വളർത്തി നമുക്ക് സ്വന്തമായി പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ എന്ത് അസുഖം വന്നാലും നമ്മൾ തന്നെ എണീറ്റ് അവരുടെ ആ പണികളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. വീണ്ടും അവർക്ക് തീറ്റ കൊടുക്കാൻ എണീക്കും. അങ്ങനെ റെസ്റ്റ് എടുക്കുക, ജോലി ചെയ്യുക, അങ്ങനെയായി മാറുകയാണ്. കാരണം പൈസ ഇല്ലെങ്കിൽ എന്താ കാര്യം? പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് അവഗണനകളും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇവരെ വളർത്തി ഒരു പശുവിൽ നിന്ന് ഇത്രയും പശുക്കളായി അവരെ വളർത്തി അവരിൽ നിന്ന് നമുക്ക് പൈസയൊക്കെ കിട്ടി. നമുക്ക് ജീവിതത്തിൽ ഒരാളുടെ മുൻപിൽ കൈനീട്ടാണ്ട് സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കണം. എൻ്റെ അഭിമാനം, അതൊരു അഭിമാനം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ജോലി എടുത്തിട്ട് കഷ്ടപ്പെട്ട്, അത് കഷ്ടപ്പാട് തന്നെയാണ്. മറ്റേത് ജോലിയേക്കാളും 365 ദിവസവും നമുക്ക് ജോലിയുണ്ട്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളുണ്ടാക്കണ ഓരോ പൈസയ്ക്ക് അതിൻ്റേതായ വിലയുണ്ട്. അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുത്ത് തന്നെയാണ് ജീവിക്കണത് കേട്ടോ വർഷങ്ങളായിട്ട്. പക്ഷേ അതിലൊന്നും ഒരു നിരാശയില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. അവർക്ക് അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഒരു സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.